ഹലോ ഗൈസ്, അപ്പോൾ ഇത് 4-ാം താലപ്പിലേക്ക് പോയ എൻ്റെ ഒരു വ്ളോഗായിരുന്നു കേട്ടോ. 3-ാം താലപ്പിലേക്ക് പോകാൻ പറ്റത്തന്നെ വിഷമമുള്ളതുകൊണ്ട് തന്നെ ഞാനത് 4-ാം താലപ്പിലേക്ക് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങിയോണ്ട് തന്നെ അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ മരത്തിൻ്റെ അടിയിൽ പോയി കുറച്ച് നേരം തണലത്തൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഉച്ചയായപ്പോൾ ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലിൽ നോക്കി ഇറങ്ങിയതാണ്. ലാസ്റ്റ് നമ്മളുടെ 50 രൂപയുടെ ഫ്രൈഡ് റൈസ് കിട്ടുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ എത്തിപ്പെട്ടത്. അവിടെ നിന്ന് ഫുഡും കഴിച്ച് ഇറങ്ങിയപ്പോഴേക്കും നമ്മളെ പൂരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കണക്കിന് അതിൻ്റെ ഉള്ളിലേക്ക് തിക്കി കയറിയിട്ടാണ്. അന്ന് ഞങ്ങൾ കറങ്ങാൻ ഇറങ്ങിയപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരത്തി ഒരു ചലഞ്ച് തരാമെന്ന് പറഞ്ഞു. ചലഞ്ച് വേറെ ഒന്നുമില്ല, ഇതിൻ്റെ പ്രൈസ് കറക്റ്റായിട്ട് ഗെസ് ചെയ്ത് എന്തോ വാങ്ങിച്ച് തരാന്നൊക്കെയാണ് പറഞ്ഞത്. ഭാഗ്യത്തിന് അവിടെ അതിൻ്റെ ഓണർ ഉണ്ടായില്ല. ഓണറില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവളെ രക്ഷപ്പെടാനൊന്നും സമ്മതിച്ചില്ല. ഞങ്ങൾ നേരെ ഒരു ഉപ്പ് സോഡ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്തുള്ള കടയിൽ തന്നെ കയറി. അവിടെ കയറി ചെന്നപ്പോഴാണ് മനസ്സിലായത് ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ് അവിടെ വരെ വലിഞ്ഞ് കയറിയത്. നമ്മുടെ അപ്പൂനൊരു മൈലാഞ്ചിയുടെ ടാറ്റു കുത്തണമെന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മളൊരു അച്ഛൻ്റെ കടയിൽ നോക്കി പോയി. ലാസ്റ്റ് ഒരു അച്ചുകട കിട്ടി. അവിടെ നിന്ന് നമ്മളൊരു നല്ല മൂഞ്ചിയ അച്ഛൻ കുത്തി പോകുന്നു. അങ്ങനെ നമ്മൾ കറങ്ങി നടന്നെത്തിയപ്പോഴേക്കും ആന അടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ വീണ്ടും അതിൻ്റെ ഇടയ്ക്ക് വലിഞ്ഞ് കയറി പോയിട്ടുണ്ട്. എനിക്കും എൻ്റെ കൂടെയുള്ളവർക്ക് നല്ല പൊക്കമുണ്ട്. പിന്നെ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ വേറൊരാളുടെ സഹായം നേടിയിട്ടാണ്. നമ്മളോട് വീഡിയോ എടുത്ത് തരുമെന്ന് ചോദിച്ചപ്പോഴേക്കും ആ ചേട്ടൻ അപ്പം തന്നെ നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്ന ആളുടെ ഫോണൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടാണ് വീഡിയോ എടുത്തു.